സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുമ്പാവൂരിനടുത്തുള്ള കുറുപ്പംപടി എന്ന് പറയുന്ന സ്ഥലത്ത് 10-12 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ എന്ന് പറഞ്ഞ ധനേഷ് എന്ന് പറയുന്ന ഒരു നാറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ധനേഷ് എന്ന് പറയുന്നത് ഈ അമ്മയുടെ ആൺ സുഹൃത്താണ്. അതായത് അച്ഛന്റെ മരണശേഷം അമ്മയുടെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നെ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഈ ധനേഷ് എന്ന് പറയുന്നവൻ. ഇവനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രതി, അതായത് ലൈംഗിക വൈകൃതമുള്ള ഒരുത്തൻ തന്നെയാണ്. അപ്പൊ ഇവന്റെ മുന്നിലേക്ക് ഈ 2 കുട്ടികളെയും കൂടി ഈ അമ്മ ഇവന്റെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ അമ്മയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 2 കുട്ടികളെയും ഇവൻ പീഡിപ്പിച്ചു. അതിനുശേഷം ഇവൻ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണണം എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ എങ്ങ് നിർബന്ധിക്കുകയാണ്. ഒന്നും അറിയാതെ ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. അതായത് എന്റെ അച്ഛന് നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടണമെന്നുണ്ട്, അതുകൊണ്ടൊന്ന് വീട്ടിലേക്ക് വരൂ എന്നുള്ള അർത്ഥത്തിൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഇവരെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും ഇവരെ അമ്മയല്ല, ഇതൊരു പിശാജ് തന്നെയാണ്. ഈ കാമ പിശാജിന്റെ ഈ അറിവോടുകൂടി തന്നെയാണ് ഈ ധനേഷ് എന്ന് പറയുന്ന പെരും നാറി ഇവൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂട്ടുകാരെയും കൂടി വേണമെന്ന്. ഏതായാലും ഇത് ക്ലാസ് ടീച്ചർ കൈയോടുകൂടി പിടിക്കുകയാണ്. പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റർ വായിച്ച ക്ലാസ് ടീച്ചർ ശരിക്കും ഞെട്ടിപ്പോയി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ആ വീട്ടിൽ അരങ്ങേറിയിരിക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ മുഴുവൻ ഈ കുട്ടികൾ തുറന്നു പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് ഈ അമ്മ എന്ന് പറയുന്ന ഈ കാമ പിശാജ് ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ മരണശേഷമാണ് ഈ സ്ത്രീ ഇതുപോലെ തുടങ്ങിയത് എന്നുള്ളതാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്റെ മരണം, അതായത് ഈ കുട്ടികളുടെ അച്ഛന്റെ മരണവും കൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ അയാൾ ഇനി സ്വാഭാവിക മരണമാണെങ്കിൽ തന്നെ ഈ സ്ത്രീ എന്തെങ്കിലും കൊടുത്തിട്ടാണോ, അതായത് ഇവനെ പോലെയുള്ള ഒരുത്തനെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ എന്തെങ്കിലും ചെയ്തതാണോ ആദ്യത്തെ ഭർത്താവിനെ എന്നുകൂടി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇപ്പോഴും ഈ അമ്മയെയും അതുപോലെ തന്നെ ഈ കാമുകനെ ഇതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കാരണം ഈ സ്ത്രീയെ ഇനി ഒരു കാരണവശാലും പുറം ലോകം കാണിക്കരുത്. ഈ സ്ത്രീ ആയാലും അതുപോലെ തന്നെ മറ്റവനായാലും ശരി, ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തോളം തടവ് ശിക്ഷ വിധിക്കുകയാണ് വേണ്ടത്. അതായത് പോക്സോ കേസാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പോക്സോ കേസിലെ വിധികൾ പലതരത്തിൽ, അതായത് ഒരുപാട് കേസുകളിൽ നല്ല വിധികളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 എണ്ണത്തിനെയും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത് അറിഞ്ഞത്, അതായത് അറിയാത്തത് ഒരുപാടുണ്ട്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വാളയാറിലൊക്കെ എന്ന് പറഞ്ഞാൽ CBI കണ്ടെത്തിയിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണോ എന്ന് നമ്മൾ തന്നെ പരസ്പരം ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ കുറുപ്പംപടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പെരുമ്പാവൂരിൽ ഇതുപോലൊരു സംഭവം വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകം അറിയുന്നത് 1-2 കേസുകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല രീതിയിൽ കുട്ടികളെ കൗൺസിലിങ്ങിന് ഏർപ്പാട് ചെയ്യണം. എന്നുവെച്ചാൽ എല്ലാ കുട്ടികളെയും, അതായത് ഓരോ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ കുട്ടികളെ എല്ലാവരെയും ഈ കൗൺസിലിങ്ങിന് ഏർപ്പാട് ചെയ്യണം. അതായത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന്മാർ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ, അമ്മയും കുഞ്ഞുങ്ങളും മാത്രം താമസിക്കുന്ന വീട്ടിൽ, ഇല്ലെങ്കിൽ അമ്മ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ, അതായത് ഈ 2ാം അച്ഛൻ എന്ന് പറയുന്നവന്മാർ ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ രതി വൈകൃതമുള്ള ടീമുകൾ തന്നെയാണ്. ഇവന്മാർ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പെൺമക്കളെയും ഇത് ചൂഷണം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമല്ല. മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ടാകാം. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരാളോട് പോലും തുറന്നു പറയുന്നില്ല. ഈ സംഭവം തന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഈ കുട്ടികൾ ഒരാളോട് പോലും തുറന്നു പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കേണ്ടത് എന്നുള്ള ഒരു വിവരവും ഈ സഹോദരിമാർക്കില്ല എന്നുള്ളതാണ്. തീർത്തും ഒറ്റപ്പെട്ടു പോയവര്. അതായത് അച്ഛന്റെ മരണം, പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഇവനെ പോലെയുള്ള ഒരുത്തനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു. ഇവനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കൊടുക്കുകയാണ്. കുട്ടികൾക്ക് മദ്യം കൊടുക്കുന്നു, അതുപോലെ തള്ളയ്ക്ക് മദ്യം കൊടുക്കുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരെയും ഉപയോഗിക്കുകയാണ്. എന്നിട്ടും ഈ തള്ള യാതൊരു ഉളുപ്പുമില്ലാതെ ഇവനെ വീണ്ടും വീണ്ടും വീട്ടിലേക്ക് കയറ്റുന്നു. ഈ കുട്ടികളാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അതായത് ഇത് എങ്ങനെ പറയണം, ആരോട് പറയണം, അച്ഛനില്ല, ഭക്ഷണം തരാൻ ആളില്ല, ഇങ്ങനെയുള്ള ചിലപ്പോൾ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അതായത് എന്താ പറയുക, അങ്കിളായിരിക്കും, ചിലപ്പോഴെന്ന് പറഞ്ഞ അച്ഛനായിരിക്കും. ഈ ധനേഷ് എന്ന് പറയുന്ന നാറി എന്താണ് വിളിക്കുന്നത് നമുക്കറിയില്ല. അയാളെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടത്തില്ല, അയാൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് എന്നുള്ള തരത്തില്, അതായത് വേർപ്പിന്റെ അസുഖമുള്ള ചില അമ്മമാരുണ്ട്. ഉള്ള കാര്യം പറയുന്നത് എന്താ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് ചെയ്യാനും അതുപോലെ തുണിയുരിഞ്ഞു കൊടുക്കാനും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും കാണിച്ച് ജീവിക്കാനൊക്കെ ചില ടീമുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ടീമിനോടാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള
ടീമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന ഒരു മാതൃഹൃദയമൊന്നും ഉണ്ടാവില്ല. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ ഈ മൃഗതുല്യര് തന്നെയാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ആ ജോലിയിൽ നിന്നും കിട്ടുന്ന 100 രൂപയാണെങ്കിൽ ആ 100 രൂപ കൊണ്ട് അവർ കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കും. ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ചില കാമപിശാചികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാമുകിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തനെ പിന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് അവസാനം വീട്ടിൽ നടക്കുന്ന ദുരന്തങ്ങൾ, അതായത് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ കാമുകൻ്റെ കയ്യുണ്ടോ ഇല്ലെങ്കിൽ രണ്ടാം ഭർത്താവിൻ്റെ കയ്യുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇവരുടെ ജീവിതം അവസാനിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ജീവിതം ഇവിടെ തീർന്നു. അതായത് ഇനി ഒരു കാരണവശാലും ഈ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പിശാചി എന്ന നിലയിൽ, അതായത് ഈ അമ്മ എന്ന് പറയുന്ന ഒരു പിശാച് തന്നെയാണ്. ഈ ധനേഷ് എന്ന് പറയുന്നവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് അവൻ്റെത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അങ്ങ് ചെത്തിക്കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉപയോഗിച്ചവനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവനോട് ഓടാൻ പറയാ. അതായത് രക്ഷപ്പെടുന്നതിനിടയ്ക്കുണ്ടായ ഏറ്റുമുട്ടൽ അത്രയേ വേണ്ടൂ, അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഇവനൊന്നും ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാർക്കോ ഇവനൊന്നും പോയി കഴിഞ്ഞാൽ ഈ നാടിനോ ഒരു കുഴപ്പവുമില്ല. ഇവനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണ്. അതായത് ഇവനൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ചെയ്യും. ഇതുപോലെ ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും ജയിലിൽ കയറും, അത്ര തന്നെ. ഇവിടെ അതാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു അമ്മ, ഒരു പോക്സോ കേസ് അടക്കമുള്ള പ്രതി, അവൻ മയക്കുമരുന്ന് അടിച്ചിട്ടാണ് ഈ അമ്മ പിടിച്ചു കൊടുക്കുന്നത്. 3 മാസമായിട്ട് വീട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ്. അപ്പോഴൊന്നും ഈ അമ്മ പിടിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അമ്മയെ കൊല്ലും എന്ന് പറഞ്ഞു, അതുപോലെ മുത്തശ്ശിയെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയമായി. ഇനി ഇവൻ ചെയ്ത് കളയോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഈ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിച്ചിട്ട് പിടിച്ചു കൊടുത്തത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരൊരു നന്മമാരായതുകൊണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തൊന്നുമല്ല. അവർക്കെന്ന് പറഞ്ഞാൽ ഈ മകന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ ഒളിപ്പിച്ചിരുന്നു, അവന് പൈസ കൊടുത്തിരുന്നു കേസ് നടത്താൻ, വക്കീലിനെ പോയി കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അവന്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നു. ഇത്രയും തെണ്ടിയായ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കളില്ല, അവറ്റകൾ എന്താണ് പറയേണ്ടത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെൺമക്കളെ ആരുടെയെങ്കിലും കൂടെ ഒന്ന് ഉന്തിച്ച തള്ളി വിടണം എന്ന് വിചാരിച്ച് ഇതുപോലെ ചെയ്യുന്ന ഈ മാതാപിതാക്കൾ വേറെയുമുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇമാതിരി തോന്നിയവാസം നടക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ മക്കളെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള ചില നികൃഷ്ട ജീവികളെ പിന്നീട് എന്ന് പറഞ്ഞാൽ പുറംലോകം കാണിക്കരുത്, ഒരു കാരണവശാലും ഇവന്മാർ പുറത്തിറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പോലും ഭയങ്കര ജീവന് ആപത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ധനേഷിനെ പോലെയുള്ള ഈ സ്ത്രീയെ പോലെയുള്ള ഈ നികൃഷ്ട ജീവികളായ അമ്മ ഇതിനെയൊന്നും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് പിശാചി എന്ന് വരെ വിളിക്കാൻ പറ്റൂല. കാരണം പിശാചികൾക്ക് വരെ നാണക്കേടാണ് എന്നുള്ളതാണ്. മൃഗതുല്യരെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടാ. മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും സ്നേഹം തന്റെ കുഞ്ഞുങ്ങളോടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.